السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഖുർആൻ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഓരോ വിഭാഗത്തിൻ്റെയും ഫളായിലുകളെ, അതായത് ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. അങ്ങനെ 6 ശ്രേഷ്ഠതകളെക്കുറിച്ച് മുൻ ക്ലാസുകളിൽ അൽഹംദുലില്ലാ നമ്മൾ വിശദീകരിക്കുകയും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഖുർആനിക സൂക്തങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളും എഴുതി വെക്കുകയും മനസ്സിലാക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പറയാനായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിനെ നല്ല മനോഹരമായ ശബ്ദത്തിൽ തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നല്ല അക്ഷരസ്ഫുടതയോടുകൂടി ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ പുറപ്പെടുവിപ്പിക്കേണ്ട സ്ഥലത്ത് തന്നെ പുറപ്പെടുവിപ്പിച്ച് വളരെ സുന്ദരമായി പാരായണം ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ശബ്ദം അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. ചിലർക്ക് നല്ല മനോഹരമായ ശബ്ദം കൊടുക്കും, എന്നാൽ ചിലർക്ക് ആ ശബ്ദം ലഭിക്കുകയില്ല. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് വെറും ശബ്ദത്തിൻ്റെ മാധുര്യമോ ശബ്ദത്തിൻ്റെ ഭംഗി മാത്രമല്ല എന്ന് നാം ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബുഖാരി, മുസ്ലിം അതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മാ അദിനല്ലാഹു ലിശൈഇൻ മാ അദിന ലിനബിയ്യിൻ ഹസനിസ് സൗതി ബിൽ ഖുർആൻ യജ്ഹറു ബിഹി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ നല്ല ഉറച്ച ശബ്ദത്തിൽ, മനസ്സിലല്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, മറിച്ച് നാവുകൾ ഉച്ചരിച്ചുകൊണ്ട്, നാവുകളെ ചലിപ്പിച്ചുകൊണ്ട് നല്ല ഉറച്ച ശബ്ദത്തിൽ ഓതേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ നല്ല ഉറച്ച ശബ്ദത്തിൽ മനോഹരമായി പാരായണം ചെയ്യുന്ന സമയത്ത് അല്ലാഹു ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ അല്ലാഹു സൃഷ്ടികളിൽ നിന്ന് ആരെയും ഇത്ര ശ്രദ്ധിച്ച് കേട്ടിട്ടേ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചതായ ആ വിശുദ്ധ ഖുർആനിനെ വളരെ സാവകാശത്തിൽ തജ്വീദിൻ്റെ നിയമങ്ങളോടുകൂടി ആ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകമായ ഒരു ശ്രദ്ധയും ഒരു പ്രത്യേകമായ നിലയിൽ അതിനെ ഗൗനിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതായി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കുമോ അത്രത്തോളം ശ്രദ്ധ സൃഷ്ടികളിൽപ്പെട്ട വേറെ ഒരാളെയും, ഒരാളുടെ സംസാരമോ ഒരാളുടെ വാക്ക് കേൾക്കുവാൻ വേണ്ടി ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല ഇത്ര ശ്രദ്ധ കാണിക്കാറില്ല. ശ്രദ്ധിച്ച് കേൾക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
അത്രത്തോളം താല്പര്യത്തോടു കൂടിയും അത്രത്തോളം ആഗ്രഹത്തോടും ഇഷ്ടത്തോടും കൂടി തൻ്റെ പ്രവാചകന്റെ വചനങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ ആലാപനത്തെ, പാരായണത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കേൾക്കുക, അള്ളാഹുവിൻ്റെ കേൾവിയും സൃഷ്ടികളായ നമ്മളുടെ കേൾവിയും രാപകലുകൾ വ്യത്യാസമുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ വേറാരുമില്ല. അപ്പം ഇങ്ങനെയുള്ളതായ ആശയങ്ങൾ അള്ളാഹുവിനോട്, അവൻ്റെ ദാത്തിനോട് യോജിച്ച നിലയിൽ എന്താണോ എങ്ങനെയാണോ കേൾക്കുന്നത്, നമ്മളെപ്പോലെ ചെവിയുടെയോ നമ്മളെപ്പോലെ തുന്നിൻ്റെ ശബ്ദത്തിൻ്റെയോ നമ്മളെപ്പോലെ ഇത്ര അകലത്തിൽ എന്ന നിലയിലോ ഒരു പ്രത്യേകതയൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരുടെ ശബ്ദം കേൾക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാത്തിനോട് യോജിച്ച നിലയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്റെ ഈ പാരായണത്തെ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് സാരം. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് മനോഹരമായ ശബ്ദത്തിൽ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ നല്ല ശബ്ദത്തിൽ ഓതാൻ പരിശ്രമിക്കണം. എത്രത്തോളം ഒരു ഹദീസിൽ പറയുന്നു, ലൈസ മിന്ന മല്ലം യതഗന്ന ബിൽ ഖുർആൻ യജ്ഹറു ബിഹി, ഉയർന്ന ശബ്ദത്തിൽ മനോഹരമായി പാരായണം ചെയ്യാൻ പരിശ്രമിക്കാത്തവൻ നമ്മിൽ പെട്ടവനല്ല. അതായത് മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മനോഹരമായ ശബ്ദത്തിൽ, നല്ല ഉറച്ച ശബ്ദത്തിൽ, അക്ഷരസ്ഫുടതയോടുകൂടി അക്ഷരസ്ഫുടതയോടുകൂടി ഓതുവാൻ പരിശ്രമിക്കുകയും അങ്ങനെ കഴിവിൻ്റെ പരമാവധി ഓരോരുത്തർക്കും ഏത് നിലയിലാണോ ഏറ്റവും നല്ല നിലയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കഴിവിൻ്റെ അത്രയും പരിശ്രമിച്ചുകൊണ്ട് അവൻ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിക്കുന്ന ആൾക്കാർ അവൻ നമ്മുടെ മുസ്ലിമീങ്ങളിൽ തന്നെ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശക്തമായ നിലയിൽ, വളരെ ഗൗരവകരമായ നിലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കറിയിച്ച് തരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രവാചകൻ തൻ്റെ അനുയായികൾക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിനു അസ്വാതകും ബിൽ ഖുർആൻ, സയ്യിനു നിങ്ങൾ ഭംഗിപ്പെടുത്തുക നിങ്ങളുടെ ശബ്ദങ്ങളെ, ബിൽ ഖുർആൻ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ കഴിവിൻ്റെ പരമാവധി മനോഹരമാക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സത്യവിശ്വാസികളെയും വിളിച്ചുകൊണ്ട്, ക്ഷണിച്ചുകൊണ്ട്, പ്രേരിപ്പിച്ചുകൊണ്ട്, ആഗ്രഹം ജനിപ്പിക്കുവാനും ഈ വിഷയത്തിൽ നല്ല ശ്രദ്ധ കാണിക്കുവാനും വേണ്ടി അള്ളാഹു ആവർത്തിച്ച് പലവിധ ഹദീസുകളിലുമായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് സഹാബാക്കളോട് പറയുന്നതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ഹദീസുകൾ കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞു, തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഓതണം. കഴിവിൻ്റെ പരമാവധി തജ്വീദിൻ്റെ നിയമങ്ങൾ, നല്ല കാര്യങ്ങളുടെ ഖിറാത്തുകൾ നമുക്കിന്ന് കേൾക്കാൻ സാധിക്കും. നമ്മളതിനൊരു പരിശ്രമിച്ചിട്ട് കഴിവിൻ്റെ പരമാവധി നല്ല നിലയിൽ ഓതുവാൻ പരിശ്രമിക്കണം. രണ്ടാമത്തത്, ആ ഖുർആൻ ഓതുന്ന സമയത്ത് അള്ളാഹുവിനോടുള്ള വിനയവും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭയഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആ ആയാത്തുകളെ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് വളരെ വിനയത്തിൽ ആവേശത്തോടുകൂടി നല്ല ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി പാരായണം ചെയ്യണമെന്നാണ് മുഹദ്ദിസീങ്ങൾ നമുക്ക് ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ വെറും നല്ല ശബ്ദമുള്ളവർ മാത്രമേ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്നല്ല അർത്ഥം. ഉള്ള ശബ്ദമുള്ളവർ, കാരണം ശബ്ദം നമുക്ക് വാങ്ങിച്ചെടുക്കാനോ പരിശ്രമിച്ചാൽ നല്ല ഗായകരാകുവാനോ നമുക്ക് സാധിക്കുകയില്ല.
ഉള്ള ശബ്ദത്തെ നമുക്ക് മനോഹരമാക്കുക എന്നുള്ളത് തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് ഓതാൻ പരിശ്രമിക്കുക. അക്ഷരങ്ങളെ അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ പുറപ്പെടുവിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അതിൻ്റെ ഇൽഹാറിൻ്റെയും ഇഖ്ഫായിൻ്റെയും അതിൻ്റെ നിയമങ്ങളൊക്കെ പരിശ്രമിച്ച് ഓതി പരിശീലിച്ച് നല്ല രീതിയിൽ ഓതുവാൻ പരിശ്രമിക്കുക. അതോടൊപ്പം ഇതെല്ലാം ലാഹിരിയായ ഭൗതികമായ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാണ്. ആന്തരിക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തജ്വീദിൻ്റെ നിയമങ്ങളോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ പരിശ്രമിക്കണം എന്നാണ് ഇതിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന് മനോഹരമായ ശബ്ദം അള്ളാഹു നൽകിയിരുന്നു. ബറാഇ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഫമാ സമിഅതു അഹദൻ അഹ്സന സൗതൻ ഔ ഖിറാഅതൻ മിനു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മനോഹരമായ ശബ്ദത്തിൽ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെയും ഒരാളെയും ഞാൻ ഇന്നേ വരെ കണ്ടുമുട്ടിയില്ല. ഫമാ സമിഅതു അഹദൻ അഹ്സന സൗതൻ, ഇത്രത്തോളം മനോഹരമായ ശബ്ദത്തിൽ. വെറും ശബ്ദത്തിന്റെ മാധുര്യം മാത്രമല്ല എങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം സഹാബാക്കളിൽ ഏറ്റവും മനോഹരമായിരുന്നു എന്ന കാര്യം അതും വ്യക്തമായ സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേൾക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരു ഹദീസിൽ ഇങ്ങനെ വിശദമായ രീതിയിൽ തന്നെ ഈ സംഭവം വരുന്നുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരഭിപ്രായത്തിൽ രാത്രി സമയത്തായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൽപ്പം മാറി നിന്നുകൊണ്ട് അബൂ മൂസൽ അശ്അരി വളരെ മനോഹരമായി പാരായണം ചെയ്യുന്നതിനെ മാറി നിന്ന് കുറേ സമയം കേട്ടു. അവസാനം ഈ പറയപ്പെടുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ അബാ മൂസ ലഖദ് ഊതീത, താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു മിസ്മാറൻ, ഒരു ഓടക്കുഴൽ, ഒരു വീണ, അല്ലെങ്കിൽ ആ അർത്ഥമാണ് ഇവിടെ ശരിയായ ആലങ്കാരിക പ്രയോഗമാണ്, മിൻ മസാമീർ ആല ദാവൂദ്, ദാവൂദ് അലൈഹി ഇസ്ലാമിന് അനുഗ്രഹീതമായ ശബ്ദം നൽകിയിരുന്നു. അദ്ദേഹം തൗറാത്തും സബൂറും പാരായണം ചെയ്യുമായിരുന്നു. അതിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ സങ്കീർത്തനങ്ങൾ ആലപിക്കുമായിരുന്നു. അതേപോലുള്ള നല്ല ശബ്ദം സഹാബാക്കളിൽ ഏറ്റവും നല്ല മനോഹരമായ ശബ്ദം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത വലിയ ദൂരത്തിൽ അദ്ദേഹത്തിന്റെ സൗണ്ടിന്റെ വോയിസ് വളരെ ശക്തമാണ് എന്നാണ്. ഒപ്പം തന്നെ മാധുര്യമുണ്ട്. എന്നാൽ സഹാബാക്കളിൽ ഏറ്റവും നല്ല രീതിയിൽ വെറും ശബ്ദം മാത്രം പോരല്ലോ, മറിച്ച് അതിന്റെ തജ്വീദിന്റെ നിയമങ്ങളോടും കൂടിയും ഓതണമല്ലോ, ഹൃദയത്തിൽ അതിനെ ഉൾക്കൊള്ളുകൊണ്ടും ഓതണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാവൂദ് അലൈഹി സ്വലാമിന് നൽകപ്പെട്ടതുപോലുള്ള ശബ്ദം വീണ. ഇതുകൊണ്ട് വീണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അനുഗ്രഹീത ശബ്ദം താങ്കൾക്കും നൽകപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ആ സഹാബി പറയുന്നുണ്ട്, താങ്കളെങ്ങാനും എൻ്റെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ട് എനിക്ക് എന്ന അറിവുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇതിനേക്കാൾ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് മുഹദ്ദിസീങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു, ഏതെങ്കിലും ഒരാൾ നമ്മളുടെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ട്, ഉസ്താദ് നമ്മളെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ട് എങ്കിൽ പഠിക്കുന്ന സമയത്ത് ഒരാളെ കേൾപ്പിക്കുവാൻ വേണ്ടി അഹങ്കാരവും അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഭംഗിയാക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരാളെ ശ്രദ്ധിക്കുമ്പോൾ അവൻ നമ്മളുടെ ഖിറാഅത്ത് ആസ്വദിക്കണം എന്ന ഉദ്ദേശത്തിൽ കൂടുതൽ ഭംഗിയെ ആഗ്രഹിച്ചുകൊണ്ട് കൂടുതൽ സ്പഷ്ടമാക്കിക്കൊണ്ട് മനോഹരമായ ശബ്ദത്തിൽ ഓതുന്നതിൽ തെറ്റില്ല. അത് ഇഖ്ലാസിന് എതിരല്ല എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മുഹദ്ദിസീങ്ങൾ പറയുന്നു. അവസാനമായിട്ടുള്ളത് അടുത്ത ഏറ്റവും ഖുർആൻ ഷരീഫ് ഈ രീതിയിൽ നൈപുണ്യത്തോടുകൂടി ഓതുന്നവൻക്ക്, അതായത് നല്ല ഖാരിയങ്ങൾ ആരോടൊപ്പമാണ്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാണ്. അൽ മാഹിറു ബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ,
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ഖിറാഅത്തും തജ്വീദിന്റെ നിയമങ്ങളെല്ലാം അനുസരിച്ച് പാരായണം ചെയ്യുന്നവർ ആരോടൊപ്പമാണ്? മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അതായത് പുണ്യവാന്മാരായ അള്ളാഹുവിന്റെ സന്ദേശവാഹകരുടെ ഒപ്പമാണ്, മാന്യന്മാരാണ്. അതായത് മലക്കുകൾ ബിഐദി സഫറ കിറാമിൻ ബററ എന്ന് പറയുന്നില്ല, ഫീ സുഹുഫി മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ കിറാമിൻ ബററ. വിശുദ്ധ ഖുർആൻ ആരുടെ കൈകളിലാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന സൂറ അബസയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വിശുദ്ധ ഖുർആന്റെ വാഹകരായ മാന്യന്മാരായിട്ടുള്ള അങ്ങനെയുള്ള പുണ്യവാന്മാരായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇതാഅത്ത് ചെയ്യുന്ന മലക്കുകളോടൊപ്പമാണ് നാളെ അവരുടെ സ്ഥാനം എന്നാണ് പറയുന്നത്. അവസാനം പറയുന്നു, എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കഴിവില്ല, എനിക്ക് പരിശ്രമിച്ചിട്ടും നമുക്കത് നേടിയെടുക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് ഖേദമോ മറ്റോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ ഓതുന്നു ഒപ്പം തന്നെ കഷ്ടപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ അവനിക്ക് 2 പ്രതിഫലമാണ്, 2 ഇരട്ടി പ്രതിഫലമുണ്ട്. അതായത് 1 ഓതുന്നതിന്റെ പ്രതിഫലം, 2 അവൻ കഷ്ടപ്പെടുന്നതിന്റെ പ്രതിഫലം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 29-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ, നല്ല പരിശ്രമിക്കുന്നവർക്ക് നാം അവരുടെ ലക്ഷ്യപ്രാപ്തി നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ എത്ര പരിശ്രമിച്ചിട്ടും ഓതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മാറി നിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് സാരം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മുതൽ നമുക്ക് വിശുദ്ധ ഖുർആനിലേക്ക്, ഫാത്തിഹയിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.